അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യർക്ക് മാർഗദർശനമായി കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഖുർആനെക്കുറിച്ചും ഖുർആന്റെ അവതരണത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ രണ്ടായത്തുകളിൽ പറഞ്ഞത്. ഇന്ന് പഠിക്കുന്ന 107, 108, 109 ആയത്തുകളിൽ മക്കയിലെ ഖുറൈശികളോട് പറയുകയാണ്, ഈ ഖുർആൻ അതിനെ നിങ്ങൾ സ്വീകരിച്ചാലും അവഗണിച്ചാലും ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമോ നഷ്ടമോ ഖുർആന് ഉണ്ടാക്കുകയില്ല. മറിച്ച് അത് സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണവും അതിനെ തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്കാണ്. എന്നാൽ നല്ലവരായ വേദവിശ്വാസികൾ, വേദം ശരിക്കും മനസ്സിലാക്കിയവർ അള്ളാഹുവിൻ്റെ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ ഭക്തി ആധിക്യത്തോടുകൂടി സുജൂദിൽ വീഴുന്നവരായിരിക്കും എന്നാണ് ഖുറൈശികളോട് പറയാനായി ഈ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഖുർആനെ നിഷേധിക്കുന്ന സത്യനിഷേധികളോട് താങ്കൾ പറയുക, ആമിനൂ ബിഹി, ഇതിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഔലാ തുഅ്മിനൂ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നോളൂ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഖുർആന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വേദത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അത് നിങ്ങൾക്ക് എത്രമാത്രം രക്ഷയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങളതിനെ ഒരിക്കലും അവഗണിക്കുമായിരുന്നില്ല എന്ന് അവരോട് സൂചിപ്പിക്കുന്നതിനു വേണ്ടി ഇതിനെക്കുറിച്ചറിയുന്ന, മുൻകാലത്ത് വേദങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി അറിയുന്ന ആളുകൾ ഈ ഖുർആൻ അവതരിച്ചതറിയുമ്പോൾ, അതിലെ സൂക്തങ്ങൾ കേൾക്കുമ്പോൾ ഭക്തി കാരണം, അങ്ങേയറ്റത്തെ ഭക്തി കൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്നവരായിരിക്കും എന്ന് പറയുകയാണ്. ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, തീർച്ചയായും ഇതിനു മുമ്പ് അറിവ് നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മുമ്പ് വേദം നൽകപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള വേദം നന്നായി മനസ്സിലാക്കിയ സജ്ജനങ്ങളായിട്ടുള്ള നല്ല മനുഷ്യർ, ഇദാ യുത്ല അലൈഹിം, അവർക്ക് ഇത് ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, ഈ ഖുർആൻ അവർ കേട്ടാൽ, യഖ്റൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവർ അവരുടെ താടികളിൽ മേൽ സാഷ്ടാംഗം വീഴുന്നവരായിരിക്കും. യഖ്റൂന, അവർ വീഴുന്നു, ലിൽ അദ്ഖാനി, അവരുടെ താടികളിൽ, സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ മുഖം കുത്തി സുജൂദിൽ വീഴുന്നു എന്നാണ്. ഇത് അങ്ങേയറ്റത്തെ ഭക്തി കൊണ്ട് സുജൂദിൽ വീഴുന്ന ആ സന്ദർഭത്തെ പ്രത്യേകം വിവരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവർ മുഖം കുത്തി വീഴുന്നു എന്ന് പറയുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യേണ്ട ആയത്തുകളിൽ പെട്ടതാണ് ഈ സ്ഥലം. ഈ ആയത്ത് ഓതിക്കഴിയുമ്പോഴല്ല, ഈ വിഷയം പറഞ്ഞു പൂർത്തിയാക്കുന്ന രണ്ടായത്തുകൾ കൂടി കഴിഞ്ഞ ശേഷമാണ് പാരായണത്തിൻ്റെ സുജൂദ് നിർവഹിക്കേണ്ടത്. ഇവിടെ അറിവ് നൽകപ്പെട്ട മുൻവേദങ്ങളുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളുമെല്ലാം ഈ ഖുർആൻ കേൾക്കുമ്പോൾ സുജൂദിൽ വീഴും എന്നല്ല അർത്ഥം. അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. മറിച്ച് അവരുടെ കൂട്ടത്തിൽ വേദം നന്നായി പഠിച്ച നല്ലവരായ ആളുകളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. വേദം നന്നായി പഠിച്ചവർക്കറിയാം ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ വേദങ്ങളിൽ, മുൻകാല വേദങ്ങളിൽ സൂചിപ്പിച്ചതൊക്കെ അവർക്കറിയാം. വറഖത്ത് ബിൻ നൗഫലിനെ പോലുള്ള പണ്ഡിതന്മാർ അത് വ്യക്തമായി പറഞ്ഞതാണ്. അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു വേദക്കാരിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനായിരുന്നു. അത്തരക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുൻകാല വേദങ്ങളാവട്ടെ അല്ലെങ്കിൽ ഖുർആൻ ആവട്ടെ, ഏതായാലും അത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയ നല്ലവരായ ആളുകളാണ് അതിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീണ് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും നടത്തുക എന്നുകൂടി മനസ്സിലാക്കണം. അവരെക്കുറിച്ച് തുടർന്ന് പറയുന്നു, വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കും. ഇൻകാന വഅദു റബ്ബിനാ ലമഫ്ഊല, ഞങ്ങളുടെ റബ്ബിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്തിരിക്കുന്നു എന്നവർ പറയുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് സുജൂദ് ചെയ്യുന്ന വേദജ്ഞാനികളായ ആ ഉത്തമ മനുഷ്യർ പറയുകയും ചെയ്യും. എന്താണ് അവർ സുജൂദിൽ വീണ് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പറയുന്നത്? ഞങ്ങളുടെ റബ്ബിൻ്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്തിരിക്കുന്നു. അവരുടെ വേദങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട ഈ ഖുർആനെക്കുറിച്ചുള്ള, ഈ പ്രവാചകനെക്കുറിച്ചുള്ള വാഗ്ദാനം ഇതാ യാഥാർത്ഥ്യമായി പുലർന്നത് ഞങ്ങൾ കാണുന്നു എന്നാണ് അവർ പറയുന്നത്. വയഖ്റൂന ലിൽ അദ്ഖാനി യബ്കൂൻ, അവർ കരഞ്ഞുകൊണ്ട്
മുഖം കുത്തി വീഴുന്നു. ഖുർആൻ കേൾക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും കരഞ്ഞു പോകുന്നത് ഭക്തി അധികരിക്കുന്നത് കൊണ്ടാണ്. വയസീദുഹും ഖുശൂഅ, അവർക്ക് ഭയഭക്തി വർദ്ധിക്കുന്നു. ഖുർആനിൽ പറയുന്നത് മനസ്സിലാക്കി അത് കേൾക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ കരയുന്നത് ഹൃദയശുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ണീരൊഴുക്കുന്നവരെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമ്മുടെ മനസ്സുകൾ വിറകൊള്ളേണ്ടതുണ്ട്, നമ്മുടെ കണ്ണുകൾ നനയേണ്ടതുണ്ട്. അങ്ങനെ നരകശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.